ഇനി കോഴിക്കോട്ടേക്കാണ്. അഭിനന്ദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അഭിനന്ദ്, ഗുഡ് മോർണിംഗ്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ പ്രതിക്കൂട്ടിലാക്കി സിഐയുടെ ഒരു ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വന്നിരുന്നു. ഒപ്പം യൂത്ത് ലീഗ് പ്രവർത്തകൻ ഒതായി മനാഫ് വധക്കേസിൽ ഇന്ന് വിധി വരികയാണ്. പറയും. പ്രവിത, ഗുഡ് മോർണിംഗ്. ഇന്നലെ ആത്മഹത്യാക്കുറിപ്പിലുള്ള ഗുരുതരമായിട്ടുള്ള പരാമർശങ്ങളാണ് കോഴിക്കോട് വടകര ഡിവൈഎസ്പിക്ക് നേരെ ഉണ്ടായത്. കഴിഞ്ഞ ആഴ്ചയാണ് പാലക്കാട് ചെർപ്പളശ്ശേരിയിൽ ക്വാർട്ടേഴ്സിൽ വെച്ചിട്ട് കോഴിക്കോട് തൊട്ടിൽപ്പാലം സ്വദേശിയായിട്ടുള്ള CI മനോജിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്നലെ 32 പേജുള്ള ആത്മഹത്യാക്കുറിപ്പും പുറത്തു വന്നിരുന്നു. ആത്മഹത്യാക്കുറിപ്പിനകത്താണ് വടകര ഡിവൈഎസ്പി ആയിട്ടുള്ള ഉമേഷിനെതിരെ ഗുരുതര പരാമർശങ്ങളുള്ളത്. 2014 അനാശാസ്യ കേസിൽ പ്രതിയായിട്ടുള്ള ഒരു യുവതിയെ വീട്ടിലെത്തി പീഡിപ്പിച്ചുവെന്നും അതിന് തനിക്ക് വ്യക്തമായ ബോധ്യമുണ്ടെന്നുമായിരുന്നു CI ബിനു തോമസിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ കണ്ടെത്തിയത്. ഈ ആത്മഹത്യാക്കുറിപ്പിന്റെ വിശദാംശങ്ങൾ സ്പെഷ്യൽ ബ്രാഞ്ച് ഇപ്പോൾ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിന് കൈമാറിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചതിന് ശേഷം ഒരു നടപടിയിലേക്ക് പോകുമോ എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ CI ഉമേഷ് ഇന്നലെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചത് തനിക്ക് മാധ്യമങ്ങളിലൂടെയാണ് ഇക്കാര്യം അറിഞ്ഞത്. മറ്റു വിവരങ്ങളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. തനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു ബന്ധവുമില്ല എന്നുള്ള രീതിയിലുള്ള പ്രതികരണമാണ് ഉമേഷ് നടത്തിയത്. എന്തായാലും മറ്റൊരു നടപടിയിലേക്ക് പോലീസ് മേധാവി അടക്കം പോകുന്ന സാഹചര്യത്തിൽ എന്തായിരിക്കും ഉമേഷിന്റെ പ്രതികരണം, ഒപ്പം തന്നെ ബിനു തോമസിന്റെ കുടുംബത്തിന്റെ പ്രതികരണം അടക്കമുള്ള കാര്യങ്ങളാണ് ഇന്ന് ഈ വാർത്തയുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനമാകുന്നത്. മറ്റൊരു കാര്യം എന്നത് മനാഫ് കേസാണ്. ഈ മനാഫ് കേസ് ഏറെ കൊള്ളക്കം സൃഷ്ടിച്ച ഒരു കേസാണ്. PV അൻവർ MLA ഉൾപ്പെടെ പ്രതിയായിട്ടുള്ള ഒരു കേസാണ്. PV അൻവർ MLAയുടെ സഹോദരി പുത്രനാണ് ഇതിനകത്ത് പ്രധാന പ്രതി. യൂത്ത് ലീഗ് പ്രവർത്തകനായ ഓട്ടോ ഡ്രൈവർ പള്ളിപ്പറമ്പിൽ മനാഫിനെ 1995 ഏപ്രിൽ 13 ഒതായി അങ്ങാടിയിൽ കുത്തിയും ഒപ്പം തന്നെ അടിച്ചുമൊക്കെ കൊലപ്പെടുത്തിയൊരു സാഹചര്യം ഉണ്ടായത്. 25 വർഷത്തിന് ശേഷമാണ് PV അൻവറിന്റെ സഹോദരി പുത്രൻ പ്രധാന പ്രതി പിടിയിലാകുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഇന്നാണ് ആ കേസിൽ ഇപ്പോൾ മഞ്ചേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി വിധി പറയുക. ഏതാണ്ട് ദീർഘനാളത്തെ വിചാരണയ്ക്ക് ശേഷമാണ് ഇത്തരത്തിലേക്കുള്ള വിധി ഇന്ന് പുറത്തു വരുന്നത്. ഈ രണ്ട് വാർത്തകളാണ് ഏറ്റവും പ്രധാനമായും രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം മലബാറിൽ ശ്രദ്ധേയമാക്കുന്നത്. പ്രവിത, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.